ഇടവേളയ്ക്ക് ശേഷം കർഷക രോഷത്തിന്റെ ചൂടറിയുകയാണ് രാജ്യം. ഒരു വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരത്തിനൊടുവിൽ സർക്കാർ ഉറപ്പു തന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ലെന്നും അവ നടപ്പിലാക്കാതെ ഇനി സമരം അവസാനിപ്പിച്ച് പിന്നോട്ടില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് 2500ഓളം ട്രാക്ടറുകളുമായി തലസ്ഥാനത്തേക്ക് വരുന്നു രാജ്യത്തെ 4-5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ. അവരെ വലിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വഴിയിൽ തടയുകയാണ് സർക്കാർ. നമ്മൾ കാണുന്നത് കോൺക്രീറ്റ് സ്തൂപങ്ങൾ ഉണ്ടാക്കി വെച്ചും വലിയ ബാരിക്കേഡുകൾ കെട്ടിയും മുള്ളുകൾ വിതറിയും കമ്പികൾ സ്ഥാപിച്ചുമൊക്കെ അവരുടെ വണ്ടികൾ തടയുകയാണ്. തലസ്ഥാന നഗരിയിലേക്ക് സമരക്കാർ പ്രവേശിക്കാതിരിക്കാനാണ് സർക്കാർ ഇത് ചെയ്യുന്നത്. മിനിമം താങ്ങുവില നിയമമാക്കണം എന്നതാണ് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. തങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്, ഉൽപ്പന്നത്തിന് തങ്ങൾക്ക് വില നിശ്ചയിക്കാൻ കഴിയുന്നില്ല മറ്റെല്ലായിടത്തെയും പോലെ. അതുകൊണ്ട് കാർഷിക മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ MSP ലോ ഇവിടെ വേണം എന്നതാണ് അവരുടെ ആവശ്യം. ഒപ്പം ലഖിംപൂർ കേരിയിൽ അപകടത്തിൽ മരിച്ച അതിനകത്തെ കേസ് ഊർജിതമാക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക, നേരത്തെ ഉണ്ടായിരുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുക, വൈദ്യുതി നിയമത്തിലെ ഭേദഗതി എടുത്തു കളഞ്ഞുകൊണ്ട് 2013 ഇത് പുനഃസ്ഥാപിക്കുക പോലുള്ള വലിയ ആവശ്യമുണ്ട്. ലോക വ്യാപാര കരാറിൽ നമ്മൾ പിൻവാങ്ങണം പോലുള്ള വലിയ ആവശ്യങ്ങളൊക്കെയും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന ആവശ്യമാണ്. സർക്കാർ എന്തുകൊണ്ടാണ് അതിൽ ടച്ച് ചെയ്യാത്തത്? ഒരു വർഷക്കാലത്തിലധികം നീണ്ട സമരത്തെ പ്രധാനമന്ത്രി തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പര്യവസാനിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ വീണ്ടും കർഷകർക്ക് സമരരംഗത്തേക്ക് വരേണ്ടി വരുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? എന്തുകൊണ്ടൊരു സമവായത്തിൻ്റെ, പരിഹാരത്തിൻ്റെ ഫോർമുല കണ്ടെത്താൻ മോദി ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്ന വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ഉണ്ട്, രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ സംസ്ഥാന ചെയർമാൻ, G. ദേവരാജൻ ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രതിനിധി, S. ജയസൂര്യൻ BJP നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ ജയസൂര്യൻ, ഈ സമരം എന്താ നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ 2ാം സീസൺ സമരം ആരംഭിക്കുകയാണ്. ഇതിനകത്തൊരു പരിഹാരമുണ്ടാക്കാൻ, ഒരു വിശ്വാസ്യതയുള്ള ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുണ്ടോ? ഞാൻ ജയസൂര്യനിലേക്ക് വരാം, അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ദേശീയ കിസാൻ മഹാസംഘിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ്. അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് അതിനകത്തുള്ളതെല്ലാം. അതിൽ പിന്നെ സർക്കാരിന് വളരെ വേഗത്തിൽ മീറ്റ് ചെയ്യാൻ കഴിയാത്ത സംഗതികൾ അതിനകത്തുണ്ട്. ഇപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് ഒരു നിയമമാക്കണമെന്ന് വെച്ചാൽ സർക്കാരിനെ സംബന്ധിച്ച് കോടാനുകോടികളുടെ ഭാരം ഖജനാവിന് വരുന്ന ഒന്നാണ്, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വൻകിട കോർപ്പറേറ്റുകൾ, അദാനി അംബാനി പോലെയുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് ബിസിനസ്സുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ MSP ലോ വരിക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ലോസ് ഉണ്ടാകുമെന്ന് ആ കമ്പനികൾക്കാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതാണ്? പരിഗണിക്കാൻ സർക്കാരിന് പ്രയാസമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജയസാധ്യത നിങ്ങൾ എന്തുമാത്രം കാണുന്നുണ്ട്? ഞങ്ങളിതിന് 100% ജയസാധ്യത കാണുന്നുണ്ട്. കാരണം ഗവൺമെൻറ്റിന് ഇന്ത്യ രാജ്യത്ത് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഏത് ഘട്ടത്തിലാണോ പണം ആവശ്യം വരുന്നത് ആ ഘട്ടത്തിലൊക്കെ ഗവൺമെൻറ് ഫണ്ട് റേസ് ചെയ്യാറുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നമ്മൾ പരിശോധിക്കുക, അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 1% മാത്രം മാറ്റിവെച്ചാൽ ഇന്ത്യയിലെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാം. ഇവിടെ ക്രൂഡ് ഓയിലിൻ്റെ വില എത്രയോ ഉയർന്നു. ആ ഉയർന്ന സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില വൻതോതിൽ വർദ്ധിപ്പിച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില 3-1 താഴ്ന്നു. എത്ര ലക്ഷം കോടി രൂപയാണ് ഗവൺമെൻറ്റിന് ഓരോ വർഷവും അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക സാഹചര്യം ഗവൺമെൻറ്റിന് ഇല്ല എന്ന് നമ്മൾ കാണേണ്ടതില്ല. കോടാനുകോടി രൂപ ഗവൺമെൻറ് മാറ്റിവെക്കുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേക പർപ്പസുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ കർഷകരുടെ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് ഗവൺമെൻറ് പറയുന്നത്. മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പാടില്ലാത്ത അത്രയും നീചമായ പ്രവൃത്തിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇവിടുത്തെ കർഷകരോട് ചെയ്തിരിക്കുന്നത്. 2020-21 കാലഘട്ടത്തിൽ നടന്ന 1 വർഷം നീണ്ടുന്ന സമരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തെ കർഷകരോടൊപ്പമാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു കരാർ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യയിലെ കർഷകരുടെ അവകാശങ്ങൾ നടത്തി കൊടുക്കുവാൻ പൂർണ്ണമായും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കാൻ വേണ്ടി കരാർ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. അത് ഒപ്പിട്ട് കൊടുക്കുന്നപ്പോഴാണ് 1 വർഷം നീണ്ടു നിന്ന സമരത്തിനൊടുവിലാണ് ഏതാണ്ട് 795 കർഷകർ മരണപ്പെട്ട ഒരു സാഹചര്യം.
അത്രമാത്രം പോരാടേണ്ടി വന്നു ഇന്ത്യയിലെ കർഷകർക്ക് അവരുടെ അവകാശം നേടിയെടുക്കുവാൻ. ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൗജന്യമൊന്നുമല്ല, ഓരോ കർഷകൻ്റെയും അവകാശമാണ്. അന്നം കൊടുക്കുന്നത് ഈ പ്രധാനമന്ത്രിയാണെങ്കിലും കേന്ദ്രമന്ത്രിമാരാണെങ്കിലും ഈ രാജ്യത്തെ ജനപ്രതിനിധികൾ എല്ലാവരും ഈ കർഷകർ ഉണ്ടാക്കുന്ന അവൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവനെ സംരക്ഷിക്കേണ്ടത് ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ബാധ്യതയാണ്. ഒരു സൗജന്യവുമല്ല കർഷകർ ചോദിക്കുന്നത്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് മതിയായ വില കിട്ടണം. ഇവിടെ നമുക്കറിയാം, സംസ്ഥാന കേന്ദ്ര ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ 5 വർഷം കൂടുമ്പോൾ 10 വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷനെ വെച്ചുകൊണ്ട് അവരുടെ ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു കമ്മീഷനെ കർഷകർക്ക് വേണ്ടി വെച്ചിട്ടുള്ളൂ. അത് സ്വാമിനാഥൻ കമ്മീഷനാണ്. ആ കമ്മീഷൻ കൃത്യസമയത്ത് റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തു. ഈ ഇന്ത്യയിലെ കർഷകരെ രക്ഷിക്കുവാൻ C2+50 മോഡലിൽ കൃത്യമായ പാക്കേജ് ഓരോ ഉൽപ്പന്നത്തിനും മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതാ. ഇത്ര വർഷക്കാലമായിട്ടും ആ കമ്മീഷൻ റിപ്പോർട്ട്, കർഷകന്റെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുവാൻ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് തയ്യാറാവുന്നില്ല എന്നിട്ട് സങ്കടകരമായ കാര്യമാണ്. ഏറ്റവും അവസാനമാണ് 2021 വളരെ ഉറച്ച് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു മാർഗവുമില്ല, കർഷകരുടെ രോക്ഷത്തിന് മുമ്പിൽ പരാജയപ്പെട്ട ഗവൺമെന്റ് എഴുതി ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തു. അത് വളരെ നഗ്നമായി ലംഘിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ കർഷകരോട് ഇതിൽപ്പരം ഒരു ദ്രോഹം എന്താ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? അത്ര ദയനീയമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും ആയിരക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർഷകർ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതരായത്? അവരുടെ ഉൽപ്പന്നത്തിന് വെല്ലില്ലാത്തതുകൊണ്ടാണ്. ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നതാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, കർഷകർക്ക് വേണ്ടി വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച് അവരുടെ ക്ഷേമം എപ്പോഴും പരിഗണിക്കുന്ന സർക്കാർ എന്ന് മോദി അവകാശപ്പെടാറുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയായിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവിടേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ MSPയുടെ കാര്യത്തിൽ നിരന്തരം സർക്കാരുമായി പോരടിക്കേണ്ടി വരികയാണ്. സ്വാമിനാഥന് ഭാരതരത്ന കൊടുത്തു, പക്ഷേ അദ്ദേഹം എഴുതി വെച്ച റിപ്പോർട്ടിലെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന പ്രശ്നം അവർ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഫൈനൽ സൊല്യൂഷൻ സർക്കാരിന് പറ്റാത്തത്? കാർഷിക മേഖലയിലെ ഫൈനൽ സൊല്യൂഷൻ എന്നുള്ളത് കാർഷിക മേഖലയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ സാഹചര്യങ്ങളും പുതിയ പുതിയ ആവശ്യങ്ങളും ഉയർന്നു വരികയും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട വളരെ ബൃഹത്തായ ഒരു മേഖലയാണ്. അത് പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അതിനെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ കാർഷിക ബജറ്റ് എന്ന് പറയുന്നതിൽ സഹകരണവും മൃഗപരിപാലനവും ക്ഷീരവികസനവും മത്സ്യബന്ധനവുമെല്ലാം ഉൾപ്പെട്ട ഒരു മേഖലയായിരുന്നു. ആ മേഖലയ്ക്ക് അന്നുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെയൊക്കെ കാലത്ത് 27,000 കോടിയിൽ പരം രൂപയാണ് കാർഷിക ബജറ്റിന്റെ വിഹിതമായി മാറ്റിവെച്ചിരുന്നത്. എങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോൾ ഈ മൃഗപരിപാലനവും ക്ഷീരവികസനവും അതുപോലെ തന്നെ സഹകരണവും മത്സ്യബന്ധനവും ഒക്കെ സെപ്പറേറ്റ് വകുപ്പുകളാക്കി മാറ്റിയതിന് ശേഷം ഉള്ള കാർഷിക വകുപ്പിൽ 1,25,035 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോൾ പ്രതിവർഷം 1.25 ലക്ഷം കോടി രൂപ കാർഷിക മേഖലയ്ക്ക് വേണ്ടി അനുവദിക്കുകയും അത് കർഷകരിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഉള്ളത്. അത് എല്ലാ മേഖലകളിലും ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയാണെങ്കിൽ പോലും 11.8 കോടി കർഷകരിലേക്ക് ആ തുക എത്തിക്കഴിഞ്ഞു. അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ 2% മുതൽ 4% വരെ പലിശ നിരക്കിൽ 1.3 ലക്ഷം കോടി കർഷകർക്ക് ഈ കടം രൂപ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ സോയിൽ ഹെൽത്ത് കാർഡ് 14 കോടി കർഷകർക്കാണ് അത് കൊടുത്തത്. അതുപോലെ വളം സബ്സിഡി 1.08 ലക്ഷം കോടി രൂപ വളം സബ്സിഡി ആയിട്ട് കൊടുത്തു. ഫസൽ ബീമ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയിലൂടെ 4 കോടി പേർക്കാണ് കവറേജ് കിട്ടിയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്രിയാത്മകമായിട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കാർഷിക മേഖലയിൽ ഫലപ്രദമായ ഇടപെടലാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ താങ്ങുവിലയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം 2011-12 കാലഘട്ടങ്ങളിൽ അരിക്ക് 1000 രൂപ താങ്ങുവില ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് 2,183 രൂപ നെല്ലിന് താങ്ങുവില കൊടുത്തു കഴിഞ്ഞു. ഗോതമ്പിന് 1,120 രൂപ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ 2,275 രൂപയാക്കി കഴിഞ്ഞു. ഇങ്ങനെ ക്രമാനുഗതമായി കാർഷിക മേഖലയിൽ താങ്ങുവിലയുടെ കാര്യത്തിലും സബ്സിഡിയുടെ കാര്യത്തിലും മറ്റ് ലോണിന്റെ കാര്യത്തിലും
മറ്റെല്ലാ മേഖലകളിലും ഇതിനൊക്കെ പുറമെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അത് വൻതോതിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കൊടുക്കുന്നു, എല്ലാ മേഖലകളിലും വിനിയോഗിക്കുന്നു എന്ന് മാത്രമല്ല കർഷകരെ സംബന്ധിച്ചോളം അവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന നിലയിൽ സർക്കാർ നടപ്പിലാക്കുന്ന കർഷകർക്ക് അനുകൂലമായ നടപടികളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഈ സമരത്തിന് വളരെ കൃത്യതയുള്ള ആവശ്യങ്ങളുണ്ട് ശ്രീ ജയസൂര്യൻ. ആ ആവശ്യങ്ങൾ നേരത്തെ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുകയും ആ സമരം നീണ്ടുപോവുകയും ഗവൺമെന്റ് പലതരത്തിൽ അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നീട് സമ്പൂർണ്ണമായും ആ സമരത്തിന് വഴങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ കൊടുത്ത ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതാ ഇപ്പോൾ വീണ്ടും സമരത്തിലേക്ക് വരുന്നത്. ആ സമരത്തെ ഡിഫ്യൂസ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നത് പല മാർഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നമുള്ളത് MSPയുടെ കാര്യമായാലും കൊള്ളാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി നിയമത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, അല്ലെങ്കിൽ ഇവരുടെ കർഷക സമരവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ, നഷ്ടപരിഹാരം നൽകലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വാക്ക് പാലിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഈ സമരത്തിലെ പ്രശ്നം. അതെന്തുകൊണ്ട് പറ്റുന്നില്ല? ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 8-ാം തീയതി ചർച്ച നടന്നു, 12-ാം തീയതി ചർച്ചയുണ്ട്. കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരാവശ്യത്തെ സംബന്ധിച്ചും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തുറന്ന ചർച്ചയിലൂടെ ഏതൊരു വിഷയമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്നുള്ള നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഗവൺമെന്റ് അത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് പ്രൈസ് ആണ് ഏറ്റവും പ്രധാന ആവശ്യമായിട്ടുള്ളത്. അവർ പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസിന് ഒരു നിയമം ഈ രാജ്യത്ത് വേണം എന്നതാണ്. അപ്പോൾ അങ്ങനെ നിയമമാക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. നിയമമാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായ അധികമായ ഭാരം ഗവൺമെന്റിന് വരും. അതാണ് 40 ലക്ഷം കോടിയോ മറ്റോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കണക്ക് ഗവൺമെന്റ് വിശദീകരിക്കുന്നുണ്ട്. അത് ചില്ലറ ഭാരമല്ല. പക്ഷേ രാജ്യത്തെ കർഷകരുടെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് നീക്കി വെക്കുന്നുണ്ട്, ഇതിന് വേണ്ടി വരുമെന്നൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബേസിക് ഇഷ്യൂ ഈ MSP ലോ ആണോ സർക്കാരിൻ്റെ തടസ്സം? അവരാണ് അതിൽ ആഞ്ഞു പിടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കത് പറ്റുകയില്ല, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ MSPയെ സംബന്ധിച്ച് എന്താണ് വേണ്ടത് എന്നുള്ളത് തുറന്ന ചർച്ചയിലൂടെ അതിന് പരിഹാരമുണ്ടാവും. ഇപ്പം കാർഷിക മേഖലയിൽ കഴിഞ്ഞ തവണത്തെ സമരമുണ്ടായപ്പോഴും ആ സമര ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാട് സർക്കാർ എടുത്തല്ലോ. അതുപോലെ തന്നെ MSPയുടെ കാര്യത്തിലും അങ്ങനെ ഒരു നിലപാടിലേക്ക് വരും. ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള അത്തരം കാര്യങ്ങളെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം, അതിന് സാമ്പത്തികം കണ്ടെത്തുന്നതും വിനിയോഗിക്കുന്നതും എത്ര കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്നൊക്കെ സർക്കാർ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഒരിക്കൽ തുടങ്ങിയാൽ അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, മുടങ്ങാതെ മുന്നോട്ട് പോകണം. കാർഷിക മേഖലയിലെ ഈ താങ്ങുവില എന്ന് പറയുന്നത് മാത്രം കാർഷിക മേഖലയെ തളച്ചിടുന്നത് ശരിയാണോ എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും സപ്പോർട്ട് കൊടുത്ത്, താങ്ങുവില കൊടുത്ത്, സബ്സിഡി കൊടുത്ത് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ശരിയായ സമ്പദ് വ്യവസ്ഥയാണോ? അതിന് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനും കർഷകരിലേക്ക് കൂടുതൽ പണമെത്തിക്കാനും കഴിയുന്ന തരത്തിലുള്ള മറ്റ് മെഷർമെന്റുകളും എല്ലാം കൂടി സംയോജിപ്പിച്ച് അത് പ്രായോഗികമായി നടപ്പാക്കേണ്ടത് കർഷക സംഘടനകളോടും കർഷകരോടും കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അതുകൊണ്ട് അതൊരു കാര്യമാണ്. എപ്പോഴും താങ്ങുവില്ല എന്നത് നിയമമാക്കി നിലനിർത്താനാണോ വേണ്ടത്? മറിച്ച് അഭിപ്രായമുള്ളവരുണ്ട്. ആളുകളിലേക്ക് ഡയറക്റ്റായിട്ട് പണം എത്തിക്കുക എന്നത്, കർഷകർക്ക് പണം കൊടുക്കുക എന്ന ആശയം പങ്കുവെക്കുന്നവരുണ്ട്. അതിലേക്കൊന്ന് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഞാൻ. ഈ സമരത്തോട് എന്താണ് ഇങ്ങനെ ഒരു സമീപനം? നോക്കൂ, റോഡുകൾ കുഴിച്ചിട്ട് അവിടെ വലിയ കോൺക്രീറ്റ് ബീമുകൾ ഉണ്ടാക്കി വെക്കുകയാണ് ഈ വണ്ടികൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി. വലിയ മുള്ളു കമ്പികൾ വഴിയിൽ സ്ഥാപിക്കുകയാണ്, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. ഒരുതരം എന്തോ ഒരു മഹാ അപകടം വരാൻ പോകുന്നു എന്ന മട്ടിൽ ഗവൺമെൻറ് ഒരു സമരത്തോട്, ഒരു ജനാധിപത്യ സമരത്തോട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനായിരിക്കും ശ്രീ ജയസൂര്യൻ? അതായത് സമരം നടത്തുന്നത് കർഷകരാണ് എങ്കിലും ഈ കർഷക സമരത്തിന്റെ മറവിൽ പല അക്രമ സംഭവങ്ങളും അരങ്ങേറാൻ സാധ്യതയുണ്ട്. നമ്മൾ പലതും ഡൽഹിയിൽ കണ്ടതാണല്ലോ. അതായത് ദേശീയ പതാക പറിച്ച് വലിച്ചെറിയുന്നത് വരെയുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗം എന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള നടപടികൾ സുരക്ഷാ മാർഗത്തിന്റെ മാത്രം കണ്ടാൽ മതി. അത് കർഷക വിരോധമല്ല. ഒരു ഗവൺമെന്റിന് നാളെ ഇത് ചെയ്യാതിരുന്നിട്ട് എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ ഇതേ ആൾക്കാർ തന്നെ ചോദിക്കും, ഗവൺമെന്റ് എന്ത് നോക്കിയിരിക്കായിരുന്നു, ഇന്റലിജൻസ് വീഴ്ചയല്ലേ, അല്ലെങ്കിൽ ക്രമസമാധാന തകർച്ചയല്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുൻകരുതലുകൾ എടുക്കുന്നത്. ശരി, ഞാനൊന്ന് പറയാം. അഡ്വക്കേറ്റ് ജി ദേവരാജൻ, നോക്കൂ, ഇവിടെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാരിന് പെട്ടെന്ന് നിറവേറ്റാൻ കഴിയുന്നതല്ല എന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. കാരണം ഈ MSP ഒരു വലിയ ഭാരമാണ് സർക്കാരിനെ സംബന്ധിച്ചു. അതേസമയം MSP അല്ല കൊടുക്കേണ്ടത്, മറിച്ച്
ഡയറക്റ്റ് ബെനിഫിറ്റ് കർഷകരിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ ആവിഷ്കരിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരൊക്കെ ഉണ്ട് താനും. നിലവിലെ ഈ സമരത്തിലെ ഒരു ക്രൈസിസ് എന്താണെന്നാണ് താങ്കൾ കാണുന്നത്? അത് ഈ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ ചൊല്ലിയുള്ള സങ്കീർണത അത് എന്തുമാത്രമാണ്? അതോ അത് സിമ്പിളാണോ? ഇത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏതായാലും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകളുടെ ആശങ്കയുള്ള ഒരു വിഷയം ചർച്ചയ്ക്കെടുത്ത മീഡിയ വണ്ണിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ട് വിഷയങ്ങൾ ഏത് എന്ന് വെച്ചാല്, ഒന്ന്, ഇപ്പോൾ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. രണ്ട്, ഈ സമരത്തെ നേരിടാൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. ഇത് രണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ സമരവുമായി ബന്ധപ്പെട്ട് കർഷകർ പുതുതായി വലിയ ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. 2022 അന്ന് നടന്ന സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് കർഷകർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അന്ന് ഈ 3 നിയമങ്ങൾ, ആ 3 കറുത്ത നിയമങ്ങൾ പിൻവലിക്കുവാൻ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് നിർബന്ധിതമായത്? ആ നിയമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൃഷിമന്ത്രിയും അതിനുശേഷം പ്രധാനമന്ത്രിയും അതിനുശേഷം BJPയുടെ ഒട്ടുമിക്ക മന്ത്രിമാരും നേതാക്കന്മാരുമൊക്കെ രാജ്യമാസകലം നടത്തിയ പ്രചരണം എന്തായിരുന്നു? ഈ 3 നിയമങ്ങളും കർഷകർക്ക് അനുകൂലമായതാണ്, കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആയിരുന്നു പ്രചണ്ഡമായ പ്രചാരണം. ഒടുവിൽ ആ തീരുമാനം സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. കർഷക സമരത്തിന് മുന്നിൽ ഗവൺമെന്റിന് മുട്ടുകുത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഒടുവിൽ കർഷകരുമായി അവരുണ്ടാക്കിയ ധാരണ എന്താണ്? ആ ധാരണ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ്. കർഷക സമരത്തിലേക്ക് വാഹനം ഇടിച്ച് കയറ്റി കർഷകരെ കൊലപ്പെടുത്തുന്ന ദാരുണമായ സംഭവം നമ്മൾ കണ്ടു. പിന്നീട് ആ കൊലപാതകയെ അറസ്റ്റ് ചെയ്യുന്നതിനും കസ്റ്റഡിയിൽ എടുക്കുന്നതിനും വേണ്ടി പിന്നീട് സമരം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടൊരു യാഥാർത്ഥ്യം. എന്നിട്ടും ആ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ താങ്ങുവില ഉറപ്പുവരുത്തുവാൻ ഒരു നിയമനിർമ്മാണം ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ജയസൂര്യൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച കോടികളുടെ കണക്കുകളുണ്ടല്ലോ കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നു പറയുന്നത്. കഴിഞ്ഞ ബജറ്റിൽ നിന്ന് കുറവാണ് ഇത്തവണ നീക്കിവെച്ചിട്ടുള്ളത്. സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയൊക്കെ വെച്ചിട്ട് ഞാൻ ആ കണക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ആ നീക്കിവെച്ച തുകയുടെ ഒരു അംശം മതി ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതിന്. ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതല്ല. മാത്രവുമല്ല, ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ, മറ്റ് സാമ്പത്തിക ബെനിഫിറ്റ് കർഷകർക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാം. അല്ലാതെ ഇതിനൊരു താങ്ങുവില നിശ്ചയിക്കാൻ കഴിയില്ല. എന്താണ് താങ്ങുവില കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നത്തെ ഒരു വില നിശ്ചയിക്കുകയും ആ വിലയിൽ താഴ്ന്ന് അത് വിൽക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ മിനിമം ഈ വിലയെങ്കിലും കർഷകർക്ക് കിട്ടുമെന്നൊരു ഗ്യാരണ്ടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന കർഷകരുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അങ്ങനെ ഒരു ഗ്യാരണ്ടി, ഇപ്പൊ എല്ലാത്തിനൊന്നും ആയില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ചില സ്റ്റേപ്പിൾ ഫുഡ്സ് പോലെയുള്ള സാധനങ്ങൾക്ക് ഒരു വില നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് ഇത്രയെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. അതുപോലും ഇല്ലാതെ വരുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോൾ സംജാതമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. കാരണം ഈ ഇടക്കാല ബജറ്റിൽ പോലും കാർഷിക മേഖലയിലേക്ക് സ്വകാര്യ കോർപ്പറേറ്റുകളുടെ കടന്നുവരവ്, വിശേഷിച്ചും വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്നുള്ള സൂചന ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിലേക്ക് ഗവൺമെന്റ് നീങ്ങുന്നു. അതാണ് ഈ ആശങ്കയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റുകളുടെയും സ്വകാര്യ കുത്തകകളുടെയും കടന്നുവരവ് ഈ ഹാർവെസ്റ്റിംഗ് സമയത്ത്, വിളവെടുക്കുന്ന സമയത്ത്, സംഭരണ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ കർഷകർക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് മിനിമം ഒരു വില പ്രഖ്യാപിക്കൂ, അതിൽ താഴെ വാങ്ങില്ല, അതിൽ താഴെ ഞങ്ങൾ വിൽക്കില്ല, മിനിമം അത്രയെങ്കിലും കിട്ടണം എന്ന് പറയുന്നത്. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബൈൻഡിങ് ഉണ്ടെങ്കിൽ, നിയമപരമായ ഒരു പരിരക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് ആശ്വാസമായിരിക്കും. അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വസ്തുത. മറ്റു ചില വിഷയങ്ങൾ അവർ കഴിഞ്ഞ തവണ സമരം അവസാനിപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞതാണ്, സമരവുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ എടുത്തിട്ടുണ്ട്, ആ കേസുകൾ പിൻവലിക്കും എന്ന് അവർക്ക് നൽകിയ ഉറപ്പാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നതാണ്. ഒരു സമരം അവസാനിപ്പിക്കുന്ന സമയത്ത്, ആ സമരം കോംപ്രമൈസിലാക്കുന്ന സമയത്ത് ഗവൺമെന്റ് എഗ്രി ചെയ്യുന്ന കാര്യമാണ്. അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. മറിച്ച് ലഖിംപൂർ ഖേരിയിലെ തേലിക്കാണെങ്കിൽ ഇതിനകം ജാമ്യം കിട്ടുകയും ചെയ്തു. അത് ഗവൺമെന്റ് എതിർക്കുന്നുമില്ല. ഇതൊരു ഇരട്ടത്താപ്പാണെന്ന് കർഷകർക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അവർ കുറ്റം പറയാനും കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഡിമാൻഡിനോടൊപ്പം തന്നെ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു അമെന്റ്മെന്റ് ഉണ്ടാകണം, അത് പിൻവലിക്കണം എന്നവർ ആവശ്യപ്പെടുന്നു. ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു കാര്യം കൂടിയാണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതും അത് ഫേവറബിളായി, അനുകൂലമായി പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിലേക്ക് ഈ കർഷക സംഘടനകൾ വന്നിട്ടുള്ളത്. 1-2 സംഘടനയൊന്നുമല്ല,
രാഷ്ട്രീയമായി യാതൊരു ചായ്വുമില്ലാത്ത 200ഓളം സംഘടനകളാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെയുള്ള സംയുക്ത കിസാൻ മോർച്ച, ആ സംഘടനകളൊക്കെ തന്നെ അതിനൊക്കെ രാഷ്ട്രീയമായി തന്നെ ബാക്കിംഗ് ഉള്ള സംഘടനകളുണ്ട്. അവരുടെ സമരം 16-ാം തീയതി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഗ്രാമീണ ബന്ദ് ഉൾപ്പെടെയുള്ളത് അവർ കോൾ ചെയ്തിരിക്കുകയാണ്. അത് 16-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. അതിന് ഇന്ത്യയിലെ 11 കേന്ദ്ര തൊഴിലാളി സംഘടനകളിൽ BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകളും പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു ഗവൺമെന്റ് ഊറ്റം കൊള്ളുന്നത് GDP-യുടെ ഗ്രോത്തിലാണ്, GDP-യുടെ വളർച്ചയിലാണ്. ആരാണ് GDP ഉണ്ടാക്കുന്നത്? കൃഷി, വ്യവസായം, സേവന മേഖല, ഇത് മൂന്നുമാണല്ലോ. എന്ന് വെച്ചാൽ കർഷകർ, തൊഴിലാളികൾ, ജീവനക്കാരും അധ്യാപകരും. ഈ മേഖലയിലാണ്. ഇവരിൽ ആരാണ് ഇപ്പോൾ സമരം ചെയ്യാത്തത്? തൊഴിലാളികൾ സമരം ചെയ്യുന്നു, ജീവനക്കാർ സമരം ചെയ്യുന്നു, ബാങ്ക്, ഇൻഷുറൻസ്, കൽക്കരിക്കൽ തൊഴിലാളികൾ സമരം ചെയ്യുന്നു, കർഷകർ സമരം ചെയ്യുന്നു. അപ്പൊ GDP ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ സമരം ചെയ്യുമ്പോൾ അതിനെ അനുഭാവപൂർവ്വം പരിഗണിക്കുവാനും അത് അഡ്രസ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ട്, ഈ ഗവൺമെന്റ് ഈ സമരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നിങ്ങൾ ഈ അതിർത്തിയിൽ ഒന്ന് നോക്കൂ. ഞാൻ ഡൽഹിയിലാണ്. യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആണി കൊണ്ട് റോഡ് മുഴുവൻ പ്ലേറ്റ് നിരത്തിയിരിക്കുകയാണ്. അതായത് ട്രാക്ടറുകൾ വന്നാൽ അവരുടെ ട്രാക്ടറുകളുടെ വീലുകൾ നശിച്ചു പോകണം. റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ്, ബ്ലോക്ക് ചെയ്യുകയാണ്. അല്ലാതെ ബാരിക്കേഡ് വെച്ച് തടയുകയല്ല ചെയ്യുന്നത്. റോഡ് ബാരിക്കേഡ് ബ്ലോക്ക് ചെയ്യുന്നു, കോൺക്രീറ്റ് ചെയ്യുകയാണ്. വലിയ കോൺക്രീറ്റ് മെഷീനുകൾ കൊണ്ടുവന്ന് റോഡ് മതിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെയാണ് ഇന്ന് ടിയർ ഗ്യാസ് സാധാരണ ടിയർ ഗ്യാസ് ഒന്നുമല്ല ഇന്ന് കൊണ്ടുവച്ചത്. ആ കർഷകരുടെ മുഴുവൻ അപകടം ഉണ്ടാകണമെന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ടിയർ ഗ്യാസ് ഷെല്ല്, അതുപോലെ തന്നെ വെള്ളം ചീറ്റിക്കുന്നു. ഇതൊക്കെ വ്യാപകം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ. ഡൽഹിയിലൊന്നും സമരം നടക്കാത്ത സ്ഥലമല്ല, ഡൽഹിയിൽ അതിർത്തിയിൽ സമരം നടക്കാത്ത സ്ഥലങ്ങളല്ല. 144 ഡൽഹിയിലെമ്പാടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കർഷക സമരത്തിന്റെ മറവിൽ ഇനി ഇവിടെ ഒരു പ്രതിഷേധവും പാടില്ല. ചെറുപ്പക്കാർ സമരം ചെയ്യരുത്, വിദ്യാർത്ഥികൾ സമരം ചെയ്യരുത്, വേറെ ഒരു സമരം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ട് 144 CRPC അതും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ എന്ത് ജനാധിപത്യ വിരുദ്ധമായ നീക്കമാണ് നടക്കുന്നത്? അഭിപ്രായം പറയുവാനുള്ള, സമരം ചെയ്യുവാനുള്ള, സർക്കാർ തീരുമാനങ്ങളെ എതിർക്കുവാനുള്ള ഈ രാജ്യത്തെ ജനാധിപത്യ അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലൊരു ഗവൺമെന്റ് ആ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, രാജ്യത്തിന്റെ നട്ടലായ കർഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യത്തെ സർക്കാർ പരിഗണിക്കാതെ നിരന്തരം നീട്ടിവെക്കുന്നുവെന്ന ഇഷ്യൂ ഉണ്ട്. രണ്ടാമത്, ഒരു സമരത്തെ ഈ വിധം ടെററൈസ് ചെയ്യുന്ന എന്തിനാണ് എന്ന പ്രശ്നവും കൂടി ഉന്നയിക്കുകയാണ് അദ്ദേഹം. അല്ല, ഇതിനകത്ത് കർഷകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ബിനോയ് തോമസ്, ഈ ലോക വ്യാപാര കരാറിൽ നിന്ന് പിൻവാങ്ങുക പോലെയുള്ള ആവശ്യങ്ങളൊക്കെ വലിയ ആവശ്യങ്ങളാണ്. അത് പോസിബിളായ ഒരു സംഗതിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റനോട്ടത്തിൽ അല്ല എന്ന് കരുതേണ്ടി വരും. നിങ്ങളിതിനകത്ത് കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുക, അതിനകത്ത് ചില സംഗതികൾ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം എന്നതാണോ ഇതിനകത്ത് എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി? അല്ല നിഷാദ്, ഒരിക്കലുമല്ല. കാരണം ഈ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ MSPയെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോക വ്യാപാര കരാറിൽ നിന്ന്, WTOയിൽ നിന്ന് ഇന്ത്യ പുറത്തു വരണമെന്നുള്ള ന്യായമായ ആവശ്യം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് കാലാകാലങ്ങളായി, ഇപ്പോൾ അടുത്ത 10 വർഷക്കാലമായി കോർപ്പറേറ്റുകൾക്ക് വഴങ്ങിക്കൊണ്ട് പൂർണ്ണമായിട്ടും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിക്കുന്നത് ഇവിടുത്തെ കൃഷിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഒരുപക്ഷെ കോർപ്പറേറ്റുകൾക്ക് ഈ കൃഷിഭൂമി ഏറ്റെടുത്ത് വിട്ടുകൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുകയാണോയെന്ന് കർഷകർക്ക് വലിയ ആശങ്കയുണ്ട്. ഞാൻ പറയാം, ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളുണ്ടായ 1-2 സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. 2022 അന്ന് പാം ഓയിൽ ഇറക്കുമതി 60% ഉണ്ടായിരുന്ന ചുങ്കം അത് ഒറ്റയടിക്ക് 15.5% ഗവൺമെൻറ് കുറച്ചു. റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം കുറച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇത്തരം ചർച്ചകളുണ്ടാകുമ്പോൾ ലോക വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ, സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പുറത്തു വരണമെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസമുണ്ട്, DSM എന്ന് പറയും. ഈ DSMന് മുമ്പിൽ നമുക്ക് കേസുകൾ കൊടുക്കാം. ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആ കരാറിൽ ഒപ്പുവെച്ചിട്ട് നമ്മൾ വ്യവസ്ഥകൾ വെച്ചു. 60% ടാക്സ്, റബ്ബറിന് 50% വെളിച്ചെണ്ണയ്ക്ക് 60% അല്ലെ പാം ഓയിലിന് ഇത്ര ശതമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരണയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക, USA ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് കമ്മിറ്റിയുടെ മുമ്പാകെ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും. അവർ കേസ് ഫയൽ ചെയ്യും. അതാ ഇന്ത്യയിൽ
പിന്നെ പാം ഓയിൽ ഇറക്കുമതിയിൽ നിന്ന് ഇത്ര ടാക്സ് ഏർപ്പെടുത്തുന്നു, അത് പാടില്ല, അത് ഈ കരാറിൻ്റെ വ്യവസ്ഥകൾക്ക് ലംഘനമാണെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഈ DSML കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 4 കേസുകൾ നിലവിൽ തോറ്റു കൊടുത്തിരിക്കുക. സെൻട്രൽ ഗവൺമെൻറ് DSMന് മുമ്പിൽ 4 കേസുകൾ തോറ്റു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ പൂർണ്ണമായും സഹകരിക്കുക, കോർപ്പറേറ്റുകൾക്ക് വഴങ്ങിക്കൊണ്ട് ആവശ്യാനുസരണം ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തെ വില കുറയ്ക്കാൻ വേണ്ടി വഴങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വഴങ്ങി കൊടുക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന വലിയ ദോഷമുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് നേരിട്ട് ഏതെങ്കിലും ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനമുണ്ടെങ്കിൽ അത് മറ്റു രാജ്യങ്ങൾ വഴി, ഉദാഹരണത്തിന് തേയിലയാണെങ്കിലും ഏലമാണെങ്കിലും ഇന്ത്യയിലെ ഡയറക്റ്റ് ഇറക്കുമതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പം ഇന്ത്യ ശ്രീലങ്ക കരാറുണ്ടാക്കുന്നു. ഇന്ത്യയും ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏത് ഉൽപ്പന്നം വേണമെങ്കിലും യാതൊരു നിയന്ത്രണമില്ലാതെ കൊണ്ടുപോകാം. അപ്പോൾ ശ്രീലങ്കയും ആ രാജ്യവുമായി കരാറിലേർപ്പെടും. ശ്രീലങ്കയിലേക്ക് അവർ ഇറക്കുമതി ചെയ്യുന്നു, ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിർബാധം എത്തിക്കുന്നു. അങ്ങനെ ഈ സ്വതന്ത്ര വ്യാപാര കരാറ് സെൻട്രൽ ഗവൺമെൻറ് വലിയൊരു തട്ടിപ്പായിട്ട് ഉപയോഗിക്കുക. ഈ കരാറിൽ നിന്ന് പുറത്തു വരാതെ ഇന്ത്യയിലെ ഒരൊറ്റ ഉൽപ്പന്നത്തിന് പോലും വില സ്ഥിരമായി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. നമ്മുടെ റബ്ബർ മേഖല തകർന്നതാണെങ്കിലും ഇനിയിപ്പോൾ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞതാണെങ്കിലും എല്ലാ മേഖലയിലും നമ്മൾ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്നത് ഈ ലോക വ്യാപാര കരാറുമായി നമ്മൾ വിവിധ ഓൾറെഡി ഇന്ത്യ 16 ലോക വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങണമെന്ന ആവശ്യം പോലും ആ നിലയ്ക്കുള്ള ഗൗരവത്തിൽ ഉന്നയിക്കുന്ന ഒന്നാണ്. അല്ല, ശ്രീ ജയസൂര്യൻ, ഇവിടെ നോക്കൂ, മിനിമം സപ്പോർട്ട് പ്രൈസാണ് പ്രധാന സംഗതി. അതായത് കർഷകൻ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സംഗതിക്ക് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധി ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. ബാക്കി എല്ലാ പ്രോഡക്റ്റും ഉണ്ടാക്കുന്ന അയാൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാൻ കഴിയും. അയാൾ പറയുന്നതാണ് വില. കർഷകൻ്റെ കാര്യത്തിൽ മാത്രം വാങ്ങാൻ വരുന്ന ആൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്നതാണ് വില. അവർക്ക് പലപ്പോഴും അവരുടെ ഉൽപ്പാദന ചെലവിനെ പോലും മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആവശ്യം എല്ലാ അർത്ഥത്തിലും ന്യായമാണ്. അത് സർക്കാരിന് പരിഗണിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോൾ വൻകിടക്കാർ അദാനിയും അംബാനിയും ഒക്കെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവർ വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നു, രാജ്യമെമ്പാടുമുള്ള ശീതീകരിച്ച വെയർഹൗസ് ശൃംഖലകളിൽ സൂക്ഷിച്ചു വെക്കുന്നു, അവർക്കിഷ്ടമുള്ളപ്പോൾ വിൽക്കുന്നു. വൻകിടക്കാരുടെ വരവ് അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നതുകൊണ്ടാണോ? അങ്ങനെ സർക്കാരിനെതിരെ ഉയർന്നൊരു പ്രധാന വിമർശനം അതാണല്ലോ. അദാനി അംബാനിയും ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ചീപ്പ് റേറ്റിൽ സംഗതി വാങ്ങിച്ച് സൂക്ഷിക്കുക, വലിയ വിലയ്ക്ക് വിൽക്കുക. അവർക്കിനി ഇപ്പം ന്യായമായ വില കൊടുക്കേണ്ടി വരും, അവരുടെ കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടാവും എന്നതുകൊണ്ടാണോ സർക്കാരിന് ഈ MSPയിൽ തൊടാൻ പേടി? അല്ല സാർ, നിഷാദ്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു അനുവദിക്കണം. ഞാനൊന്ന് വരാം ശ്രീ ബിനോയ്, ഞാനൊന്ന് വരാം. ശ്രീ ജയസൂര്യൻ ഈ പോയിന്റ് ഒന്ന് പൂർത്തിയാക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ആ വിഷയം വളരെ കൃത്യമായിട്ട് മറുപടി പറയാം. ഇവിടെ റബ്ബറിൻ്റെ കാര്യം സൂചിപ്പിച്ചത് കൊണ്ടും അത് സാങ്കേതികമായും വസ്തുതാപരമായി തെറ്റായതുകൊണ്ടും അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് വർദ്ധിപ്പിച്ചത്. 5% മാത്രമായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. പരമാവധി നമുക്ക് അതിൻ്റെ ഇറക്കുമതി ചുങ്കം വയ്ക്കാൻ പറ്റുന്നത് 25% നിയമപ്രകാരം. അത് 5-ൽ നിന്ന് 25% വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പുറമെ സർചാർജുകളും സെസ്സുകളും കൂടി ഏർപ്പെടുത്തി 32.5% വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോഴാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് 76 രൂപ റബ്ബർ വിലയുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന 160 രൂപ വിലയിലേക്ക് വന്നത്. ഇതുകൂടാതെ പോർട്ട് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഏർപ്പാടും കൂടി ഉണ്ടാക്കി. അതായത് റബ്ബർ ഫാക്ടറികൾ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2000 കിലോമീറ്ററെങ്കിലും ദൂരെയുള്ള തുറമുഖത്തുകൂടി മാത്രമേ റബ്ബർ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നു. ഈ നിയമം കൊണ്ടുവന്ന് റബ്ബറിന്റെ ഇറക്കുമതിയിൽ ഈ ചുങ്കം ഏൽപ്പിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ വിലയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. അന്താരാഷ്ട്ര റബ്ബർ മാർക്കറ്റ് നോക്കൂ, ഇന്ത്യയുടെ വിലയുടെ പകുതി വിലയേ അവിടെയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള നിലപാടെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ റബ്ബറിന്റെ വില വർദ്ധിപ്പിച്ചത്. അതിനെ മറികടക്കാൻ വേണ്ടി ഇവിടുത്തെ വ്യവസായികളും ഇവിടുത്തെ വ്യാപാരികളും കൂടി കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. റബ്ബർ മിശ്രിതങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അപ്പോൾ ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെട്ടു. റബ്ബർ മിശ്രിതത്തിന്റെ മേലും ചുങ്കം വർദ്ധിപ്പിച്ചു. അത് ഇറക്കുമതി ചെയ്യാൻ പറ്റാതായി. പിന്നീട് കപ്പുലമ്പ്, നമ്മുടെ നാടൻ ഭാഷയിൽ ചിരട്ടപ്പാൽ എന്ന് വിളിക്കുന്ന കപ്പുലമ്പ് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഈ വ്യാപാരികളും വ്യവസായികളും ആരംഭിച്ച സമയത്തും ശക്തമായിട്ട് BJP അതിനെ എതിർത്തിട്ട് പറഞ്ഞു കപ്പുലമ്പ് ഇറക്കുമതി സാധ്യമല്ല. ഇങ്ങനെ റബ്ബറിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ശക്തമായതും സാധിക്കുന്നതുമായ അങ്ങേയറ്റം വരെയുള്ള ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആ മേഖല ഇപ്പോൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്.
അപ്പോൾ ഇതിന് ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഇനി നീക്കങ്ങളുണ്ട്. അതായത് കേരളത്തിൽ 160 രൂപ വില റബ്ബറിന് ലഭിക്കുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 30 രൂപ കുറവാണ്. അവർ ആ വില കുറച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതും ഇപ്പോൾ ഒരു പ്രശ്നമാണ്. ഇറക്കുമതി പുറത്തുനിന്ന് മാത്രമല്ല, അകത്തും ഉൽപാദന ചെലവ് കുറഞ്ഞ രീതിയിൽ റബ്ബർ ഉൽപാദനം വരുന്നുണ്ട്. അപ്പോൾ റബ്ബറിനെ സംബന്ധിച്ചുള്ള കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. മറ്റ് വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾ കടന്നു വരുന്നതിന് പകരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞതാണ്. 10,000 ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി 1 ലക്ഷം കോടി രൂപ നീക്കിവെച്ചു. നമ്മുടെ കൊച്ചു കേരള സംസ്ഥാനത്ത് 400 എണ്ണം ഉണ്ടാക്കാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3,650 കോടി രൂപ കൊടുത്തു. 400 എണ്ണം ഉണ്ടാക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. അപ്പോൾ ഈ അദാനി അംബാനി മാത്രമല്ല വാല്യൂ അഡീഷൻ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നത്, കർഷകന് ചെയ്യാൻ പറ്റും. അപ്പോൾ കർഷകന്റെ കൂട്ടായ്മകൾക്ക് വേണ്ടി, FPOകൾക്ക് വേണ്ടി 1 ലക്ഷം കോടി രൂപയാണ്. അതായത് കോടാനുകോടി രൂപ കർഷകന്റെ കൂട്ടായ്മകൾക്ക് വേണ്ടി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുകയും 400 എണ്ണം കേരളത്തിൽ അനുവദിക്കുകയും അതിന്റെ മൂലധനത്തിന്റെ ആദ്യ ഗഡുവെന്നുള്ള നിലയിൽ 3,650 കോടി മുടക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ പണം വിനിയോഗിക്കാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് നമ്മൾ. സംസ്ഥാനത്തെ മാത്രം വിഷയമല്ല, അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാൽ ഏതൊരു കോർപ്പറേറ്റിനോട് മത്സരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യയിലെ കർഷകർ പ്രാപ്തരാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അമുല്, ലിജ്ജത്ത് പപ്പടം പോലെയുള്ള സംരംഭങ്ങൾ. അപ്പോൾ കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലും ഇന്ത്യയിലെമ്പാടും ഇത് ചെയ്യണം. അതിനുവേണ്ടിയാണ് 10,000 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് 1 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചത്. ഫലപ്രദമായിട്ട് അത് വിനിയോഗിച്ചാൽ മതി. അപ്പോൾ ആ തരത്തിലേക്ക് വരുമ്പോൾ ഈ കോർപ്പറേറ്റുകളെ പേടിക്കേണ്ട. പിന്നെ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്ത് 56 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുള്ളതിൽ 51 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പാപ്പരായി പട്ടിണി കിടക്കേണ്ടി വന്നത് ഈ ഒരു കടുത്ത നിലപാട് കൊണ്ടാണ്. എല്ലാ സ്റ്റേറ്റ് തന്നെ ചെയ്യണം. സ്വകാര്യ നിക്ഷേപകര് ശത്രുക്കളാണ്, വർഗശത്രുക്കളാണ്, അവരെ ഉന്മൂലനം ചെയ്യണം, അവരെ അടുപ്പിക്കരുത് എന്ന് പറയുമ്പോൾ സ്വകാര്യ നിക്ഷേപകർ മുന്നോട്ട് പോകാൻ സ്വകാര്യ നിക്ഷേപകർ നോക്കൂ, അംബാനി അദാനിയെ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വൻകിട കോർപ്പറേറ്റുകൾ ഇപ്പോൾ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ MSP മാത്രം അഡ്രസ് ചെയ്യാൻ സർക്കാരിന് മടി എന്ന പ്രശ്നം വരുന്നത്. MSP അഡ്രസ് ചെയ്താൽ അംബാനിക്കോ അദാനിക്കോ അടക്കം സകലർക്കും ന്യായമായ പൈസക്ക് ഇത് വാങ്ങിക്കാൻ പറ്റൂ. കാരണം ഇന്ത്യയിലെമ്പാടുമുള്ള കർഷകരുടെ ആരോഗ്യം കൂടി പരിഗണിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടല്ലോ. ഓക്കെ, സ്വകാര്യ സെക്ടർ, പബ്ലിക് സെക്ടർ മാത്രം പോരാ, നമുക്ക് സ്വകാര്യ മേഖല വേണം. അതുകൊണ്ട് അംബാനിയെയും അദാനിയെയും സഹായിക്കാൻ വേണ്ടിയല്ല ഈ MSPയുടെ കാര്യത്തിലുള്ള നിലപാടുകൾ. തീർച്ചയായിട്ടും അത് കൂട്ടിച്ചേർക്കുന്നതിൽ അർത്ഥമില്ല. അംബാനിയെ അദാനിയെ സന്തോഷിപ്പിക്കാനോ സഹായിക്കാനോ വേണ്ടിയല്ല ഈ കാര്യത്തിൽ MSPയുടെ കാര്യത്തിലുള്ള തീരുമാനം. ജയസൂര്യൻ, ആ വിഷയമാണ് കർഷകരുമായി ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നത്. കാരണം കർഷക സംഘടനകൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളും ഓരോ വിളയെ സംബന്ധിച്ചും അതിൻ്റെതായിട്ടുള്ള പശ്ചാത്തലവുമുണ്ട്. അത് കാലഘട്ടമനുസരിച്ചും വിളയനുസരിച്ചും പ്രദേശമനുസരിച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് കൂട്ടായ ചർച്ചയിലൂടെ മാത്രമേ പരിപൂർണമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, മിനിമം താങ്ങുവില നിയമമാക്കുക എന്ന കാര്യത്തിൽ സർക്കാരിന്റെ നയപരമായ സമീപനം എന്താണ്? അതിനകത്തെ സങ്കീർണതകൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് നിയമം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരുപാട് വലിയ പ്രോസസ്സുണ്ട്. പക്ഷെ അതൊരു നിയമപരമായ അഷുറൻസ് ആവണം, ഉറപ്പാവണം എന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവാണോ? ആ കാര്യത്തിൽ സർക്കാർ തീർച്ചയായിട്ടും പോസിറ്റീവാണ്. ആ കാര്യം തീർച്ചയായും കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യാൻ തയ്യാറുമാണ്. അതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. അല്ല, ശ്രീ ജി ദേവരാജൻ, ഈ MSPയിൽ സർക്കാർ പോസിറ്റീവായാലും ഈ സമരം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി കാര്യങ്ങൾക്ക് ചില്ലയാണ് സർക്കാരിന് അവസാനിപ്പിക്കാൻ. ഇതിൻ്റെ ബ്ലോക്ക് കിടക്കുന്ന അവിടെയാണ്. ഇപ്പോൾ ജയസൂര്യൻ വളരെ കോൺഫിഡൻസിൽ പറയാണ് MSP നിയമമാക്കാൻ പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം അവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഈ നിയമമാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ കൈവശം സമയമുണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ പാർലമെന്റ് തീരുകയും ചെയ്തു. 22-ൽ ഈ സമരം അവസാനിപ്പിച്ചതിന് ശേഷം 2 വർഷം സർക്കാരിന്റെ കൈവശം സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സർക്കാർ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ സർക്കാരിന് അവർ പറഞ്ഞ വാഗ്ദാനങ്ങളോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്ന തിരിച്ചറിവിലാണ് മറ്റു ഗത്യന്തരമില്ലാതെ കർഷകർക്ക് ഇപ്പോൾ തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഒരു ദിവസം കൊണ്ട് ആരംഭിച്ചൊരു സമരമൊന്നും അല്ല നിഷ. ഇത് ഈ സമരം പിൻവലിച്ചതിന് ശേഷം ഈ കർഷക സംഘടനകൾ നിരന്തരം സർക്കാരിനോട് നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട നിരവധി കരടുകളും ഗവൺമെന്റ് കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പല സംഘടനകൾ മുഖാന്തരം. എന്തുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്? നേരത്തെ ഇവിടെ സംസാരിച്ചത്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്, എന്താണ് നടപ്പിലാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒരു ഗുണം, ഇതൊക്കെ സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ നിരവധി നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞു.
1.5 വർഷക്കാലം കർഷകർ സമരം ചെയ്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കർഷകരോട് 5 മിനിറ്റ് പോലും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കർഷകരെ ഒന്ന് വിളിച്ച് അവരുടെ ആവശ്യം എന്താണെന്ന് കേൾക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അന്ന് സമയം കിട്ടിയിട്ടില്ല. ഒടുവിൽ ആ സമരം ഏതെങ്കിലും ഒരു വിധത്തിൽ അവസാനിപ്പിച്ചു. കർഷകർ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പ് പാലിക്കുക. ആ ഉറപ്പ് പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമം ഉണ്ടായിപ്പോയേനെ. അതിനുള്ള സമയം അവർക്കുണ്ടായിരുന്നു. അപ്പൊ സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ സമരം ചെയ്യാൻ നിർബന്ധിതരായത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ട് എന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ ഇനി കർഷകർക്ക് സമരം പിൻവലിച്ചുകൊണ്ട് പുറകോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതൊരു മിനിമം ആവശ്യമല്ലേ? അതൊരു ജനാധിപത്യത്തിൽ ആരായാലും ചെയ്തു പോകുന്ന ഒരു സമരമാർഗം, ഒരു സമരമല്ലേ അത്? ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം നിങ്ങൾ പാലിക്കണം, അത്രയേ ഉള്ളൂ. അതാണ് MSPയുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഈ കോർപ്പറേറ്റുകൾ കടന്നു വരുന്നതിനോ അല്ലെങ്കിൽ സ്വകാര്യ മേഖല കടന്നു വരുന്നതിനോ എന്നുള്ളതല്ലല്ലോ വിഷയം. ഏതൊരു മേഖലയിലേക്കും കണ്ണുമടച്ചുകൊണ്ട് നമ്മൾ ആരും സ്വകാര്യ നിക്ഷേപത്തെ എതിർക്കാറില്ല. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സ്വകാര്യ നിക്ഷേപത്തെ ഒന്നും കണ്ണടച്ചെതിർക്കേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെയുള്ള കാര്യം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കർഷകർ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുന്ന കോർപ്പറേറ്റ് തന്ത്രം ഇന്ത്യയിൽ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കോൺട്രാക്ട് ഫാർമിംഗ്. ഇനി എന്തുമാത്രം വിളവുണ്ടായാലും ആ വിലയ്ക്ക് മാത്രമേ വാങ്ങൂ എന്നുള്ള ഒരു കരാറാണ് കൃഷിക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അത് ഈ കോർപ്പറേറ്റുകളാണ് ചെയ്യുന്നത്, അല്ലാതെ ആരാ ഇത് ചെയ്യുന്നത്? കർഷകർ ചെയ്യുന്നുണ്ടോ? കർഷകരുടെ കൂട്ടായ്മകൾ ചെയ്യുന്നുണ്ടോ? നേരത്തെ ഈ പറഞ്ഞ ലിജ്ജത്ത് പപ്പടമോ അല്ലെങ്കിൽ അമൂളോ ഒന്നും പോലെ അല്ല ഈ അരിയും ഗോതമ്പും പരിപ്പ് വർഗ്ഗങ്ങളും അതുപോലെ ധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരുടെ അവസ്ഥ. ഇവിടെ പരിപ്പിനൊക്കെ വില വർദ്ധിപ്പിച്ച സമയത്ത് നമ്മൾ കണ്ട എന്താ? റിലയൻസിന്റെയൊക്കെ വേറെ വസ്തുക്കളിൽ ഇത് കുന്നുകൂടി കിടക്കുകയാണ്. ഇന്ത്യയിലെ FCIയുടെ ഗോഡൌണുകളിൽ നല്ലൊരു പങ്ക് ഗോഡൌണുകളും ഇപ്പോൾ ഇത്തരം കോർപ്പറേറ്റുകൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണെന്ന് അറിയുമോ? FCIയുടെ ഗോഡൌണുകൾ ഇവരൊക്കെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്, ലീസിന് എടുത്തിരിക്കുകയാണ്. FCIയുടെ സാധനങ്ങൾ പുറത്ത് അടുക്കി വെച്ച് അതിന്റെ മുകളിൽ ടാർപ്പാളിനിട്ട് മൂടുകയാണ്. പല FCI ഗോഡൌണുകളും ഇത്തരം കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ എമ്പാടും വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. അവരാണ് അവിടെ സാധനം സൂക്ഷിക്കുന്നത്. എന്നിട്ട് കൃത്രിമമായ ക്ഷാമം ഉണ്ടാക്കി വിലക്കയറ്റം ഉണ്ടാക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കണ്ടുവരുന്നതാണ്. വലിയ വെള്ളപ്പൊക്കമോ വലിയ വരൾച്ചയോ ഒന്നും ഉണ്ടാകാനിട്ട് പോലും നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള ഹോർഡിംഗ് ആണ്. ഇത്തരത്തിൽ അവരിങ്ങനെ പൂഴ്ത്തി വെക്കുന്നതാണ്. എന്നിട്ട് അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഇത് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ അവർ സംഭരിക്കാൻ ഈ കോർപ്പറേറ്റുകൾക്ക് കഴിയുന്ന തരത്തിലൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പുതിയ ബജറ്റിൽ പ്രഖ്യാപനം കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ കർഷകരുടെ ആശങ്ക വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനത്തിന് മിനിമം ഇത്രയെങ്കിലും വില കിട്ടുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. അത് നിയമപരമായ ഒരു പരിരക്ഷയോടുകൂടി കിട്ടണം. ഇതൊരു ന്യായമായ ആവശ്യമല്ലേ? ഈ ആവശ്യത്തോട് ഗവൺമെന്റ് എന്തിനാണ് മുഖം തിരിക്കുന്നത്? അങ്ങനെ ഗവൺമെന്റ് മുഖം തിരിക്കുകയോ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് കാണിക്കുകയോ ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ മറ്റാരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നിൽക്കുന്നത് എന്ന് ന്യായമായി സംശയിച്ചു പോകുന്നത്. ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന വസ്തുതയല്ലല്ലോ. ഗവൺമെന്റ് ആ കാര്യത്തിലുള്ള നിഗൂഢ താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയം വരുന്നത് സർക്കാർ പരിഗണിക്കേണ്ട സംഗതികളെ സമയബന്ധിതമായി അഡ്രസ് ചെയ്യാറുണ്ട്. ബിനോയ്, നോക്കൂ, നിങ്ങളിവിടെ 6 മാസത്തേക്ക് സമരം ചെയ്യാൻ ആവശ്യമുള്ള സംഗതികളെല്ലാമായിട്ടാണ് സമരത്തിന് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. സർക്കാർ വഴി തടഞ്ഞ അവിടെ കിടന്ന് സമരം ചെയ്യുന്നതാണ്. ഈ സമരം കഴിഞ്ഞ തവണത്തെ സമരം 1.25 വർഷത്തോളം മുന്നോട്ട് പോയി. അത് എവിടെയെങ്കിലും വഴിയിൽ പരാജയപ്പെട്ടില്ല. സർക്കാരിന് ഫൈനലി അതിനോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ സമരത്തിൻ്റെ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് രാജ്യം മുഴുവൻ പോകും, ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ആഘോഷം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള വിഷയങ്ങൾ, പല വൈകാരിക സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കണം. അപ്പോൾ അതിന്മേൽ രാജ്യത്തിൻ്റെ ശ്രദ്ധയാകെ പോകവേ നിങ്ങളുടെ സമരത്തിൻ്റെ ഒരു തീവ്രത എന്തുമാത്രം, അതിൻ്റെ ഒരു ചൂട് എന്തുമാത്രം തലസ്ഥാനത്തെ അറിയിപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? ഒരു സംശയമില്ല. ഞാൻ അതിലേക്ക് വരുമ്പോൾ മുമ്പ് 2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട്, ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തെയും സംരക്ഷിക്കുന്ന ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ പാർലമെന്റിലും അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളിലും ക്യാബിനറ്റ് റാങ്കോടെ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കുന്ന മഹോന്നതമായ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്താണ് അവിടെ ഗവൺമെൻറ്റുകൾ കൃത്യമായി ഭംഗിയായും ഉത്തരവാദിത്വം നിർവഹിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമുണ്ടാവണമെന്നാണ് അതുവഴി ആഗ്രഹിക്കുന്നത്. ഇവിടെ സമരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഭരണഘടനാപരമായ സംരക്ഷണം ഇന്ത്യയിൽ സമരങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ലക്ഷക്കണക്കിന് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
മഹേന്ദ്ര സിംഗ് ടികായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി, ഇവിടെ വന്ന് സമരം നടത്തി, അവർ ലക്ഷ്യപ്രാപ്തിയിലെത്തി മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യ മഹാരാജ്യത്ത് ഈ കർഷക സമരത്തെ എന്തിനാണ് BJP കേന്ദ്ര ഗവൺമെന്റ് ഭയപ്പെടുന്നത് എന്ന് ആദ്യം പ്രിയപ്പെട്ട ജയസൂര്യൻ മറുപടി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് കർഷകരെ അവർ ഭയപ്പെടുന്നത്? കർഷകർ വരട്ടെ, അവരുടെ ആവശ്യങ്ങൾ പറയട്ടെ, നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക. അതിന് പരിഹരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ പുതിയതായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമല്ല ഇത് കർഷകരുടേത്. ഈ കർഷക സംഘടനകളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ ഗവൺമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് കോൺട്രാക്ട് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു കരാർ 2 വ്യക്തികൾ തമ്മിലോ സ്ഥാപനങ്ങൾ തമ്മിലോ ഉണ്ടാക്കിയാൽ ആ കരാറിൽ ഏതെങ്കിലും ഒരു കക്ഷി കരാർ ലംഘനം നടത്തിയാൽ മറുകക്ഷിക്കെതിരെ നിയമപരമായി കോടതിയിൽ പോയി പരിഹാരം തേടി ആ കരാർ നടപ്പിലാക്കിയെടുക്കാനുള്ള മാർഗമുണ്ട് നമ്മുടെ രാജ്യത്ത്. അങ്ങനെ നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ കർഷകരുടെ നേതാക്കൾക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്ത കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കാതെ ആ ഗവൺമെന്റ് വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പുറം വേറൊരു പരാജയം എന്താണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവേണ്ടത്? ആരോടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കേണ്ടത്? ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ കോടതിയും അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, കർഷകരെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ സംരക്ഷിക്കേണ്ടവർ തന്നെ ഈ നശിപ്പിക്കുന്ന പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? BJP സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ഒരു ധാർഷ്ട്യമാണ് അതുകൊണ്ട് അവർ കാണിക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. എനിക്ക് ജയസൂര്യൻ സാറിനോട് കാര്യം സൂചിപ്പിക്കാറുണ്ട്. കർഷക സമരം പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. മുമ്പ് ഡെസ്കിൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഇതേ ചോദ്യം അവർ പറഞ്ഞതാ, ഇത് എത്രയോ സമരങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കിയതാണ്, ഒരു സംശയവും വേണ്ട, കർഷകർ കുറെ കഴിയുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളൂ എന്ന്. ഒരു കാരണവശാലും എഴുന്നേറ്റ് പോവില്ല എന്നും ലക്ഷ്യം നേടി മാത്രമേ മടങ്ങൂ എന്ന് ഉറപ്പുവരുത്തിയത് കൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി വന്ന് കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത്. ഒരു സംശയവും വേണ്ട, ഈ കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ ജയസൂര്യൻ, കഴിഞ്ഞ തവണ സമരം ഉണ്ടായപ്പോൾ നിങ്ങൾ പലതരത്തിലാണ് സമരത്തെ സമീപിച്ചത്. സമരത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ഒറ്റ കാര്യം കൂടി വേഗം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ഒറ്റ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ. ഒറ്റ കാര്യം, ഒരേ ഒരു സെക്കൻഡ്, എനിക്ക് ഒറ്റ കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബി ജെ പി ഉണ്ടാക്കി 2013 ഒരു കാര്യം എനിക്ക് പ്രിയപ്പെട്ട ജയസൂര്യ സാറിനോട് ചോദിക്കാനുണ്ട്. അന്ന് ഇവിടെ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ, UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ 2013 പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് ശ്രീ ബിജു കെവിയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ യൂണിയൻ കരാറിനെതിരെ BJP നേതാക്കൾ പാർലമെന്റിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നു. നാട്ടിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് പാർലമെന്റിൽ BJPയുടെ നേതാവായിരുന്ന പ്രിയപ്പെട്ട ശ്രീ ശാന്തകുമാർ ആയിരുന്നു. ആ ശാന്തകുമാർ നേതൃത്വം കൊടുത്ത സമരം അന്നവർ പറഞ്ഞത്, ഒരു കാരണവശാലും WTO കരാറുകളിൽ, ഇന്റർനാഷണൽ കരാറുകളിൽ ഇന്ത്യ ഏർപ്പെടാൻ പാടില്ല, ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില നശിപ്പിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും UPA ഇനി ഒരു കരാറിൽ ഒപ്പിടാൻ പാടില്ല, ഒപ്പിട്ട കരാറുകളിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടത് ഇവിടെ BJPയുടെ നേതൃത്വമായിരുന്നു 2013 പാർലമെന്റിൽ. അങ്ങനെ അന്ന് അവർ ആവശ്യപ്പെട്ട അതേ കാര്യമാണ് ഇന്ന് നടപ്പാക്കണമെന്ന് കർഷക സംഘടന ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇന്നലകളിൽ അവരെടുത്ത നിലപാടിൽ നിന്ന് അവർ പിന്നോക്കം പോകുന്നത്? അതാണ് ഞങ്ങൾ പറഞ്ഞത്. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്നലെ എടുത്ത എല്ലാ നിലപാടുകളിൽ നിന്നും BJPയും അവരുടെ നേതൃത്വ ഗവൺമെന്റ് പിന്നോട്ട് പോവുകയാണ്. അത് കർഷക വഞ്ചനയാണെന്ന് മാത്രമല്ല, ഏതാനും ചില വ്യക്തികളെ ഇന്ത്യ രാജ്യത്ത് സംരക്ഷിക്കാന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ്. കഴിഞ്ഞ തവണ സമരം ഉണ്ടായപ്പോൾ ഈ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, പ്രതിപക്ഷമുണ്ട് എന്ന് ആരോപിച്ചു. ഇത് രാജ്യവിരുദ്ധ ശക്തികളുടെ ടൂൾ കിറ്റ് സമരമാണെന്ന് ആരോപിച്ചു. ഇത് ഖലിസ്ഥാൻവാദികളുടെ സമരമാണെന്ന് ആരോപിച്ചു. എന്നിട്ട് ഫൈനലി സമരത്തിന്റെ മെറിറ്റിനോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു. ഇത്തവണ അങ്ങനത്തെ ഒരു ചാപ്പയടിക്കൽ പരിപാടിയൊന്നും ഉണ്ടാവില്ല, വളരെ ആരോഗ്യകരമായ ചർച്ചകൾ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കട്ടെ. ഇവിടെ 3-4 കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായി അതിന് മറുപടി പറയേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഭയപ്പെടുന്നു? തീർച്ചയായിട്ടും ഭയപ്പെടുന്നില്ല. ഭയപ്പെടുന്നത് കർഷകരെ അല്ല, കർഷക സമരത്തെ അല്ല. കർഷകരുടെയും കർഷക സമരത്തിന്റെയും മറവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ മാത്രമാണ് കരുതേണ്ടത്. അതുകൊണ്ടാണ് ഈ സമരത്തെ വളരെ കരുതലോടുകൂടി സർക്കാർ നേരിടുന്നത്. അതൊരിക്കലും കർഷകർക്കെതിരായിട്ടോ അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്കെതിരായിട്ടോ അല്ല. തലസ്ഥാനം അതിന് സാക്ഷ്യം വഹിച്ചതാണ്. ഏതൊക്കെ ഭീകരശക്തികൾ അവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള കരുതലുണ്ടാകുന്നത്.
സർക്കാരിനെതിരെ നിയമ നടപടി എടുത്തുകൂടെ? ഞാനും അത് തന്നെ ചോദിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി കോടതിയിൽ പോകുന്ന, എത്രയോ വലിയ വക്കീലന്മാരെ വെച്ച് വാദിക്കുന്ന പ്രതിപക്ഷമൊക്കെ ഉള്ള ഇന്ത്യയിൽ ഈ കാര്യത്തിൽ സർക്കാരിന് കോൺട്രാക്ട് തെറ്റിച്ചു, നിയമപരമായ നടപടിയിലേക്ക് പോകണമെങ്കിൽ അത് കർഷകരോടൊപ്പം നിന്ന് അത് ചെയ്യുന്നതിൽ ഞാനും എതിരല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ശാന്തകുമാറിന്റെ പിന്തുണയോട് കൂടി നടത്തിയ സമരം WTO-യിൽ ഏർപ്പെടുന്നതിന് മുൻപ് ആണ്. WTO ഏർപ്പെട്ടതിന് ശേഷം, WTO കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം അതിന്റെ അവസ്ഥ മറ്റൊന്നാണല്ലോ. ഈ കരാർ വരുന്നതിന് മുമ്പ് അത് പാടില്ല എന്ന് പറയാം. കരാർ വന്നു, ഒപ്പിട്ട് കഴിഞ്ഞു, പിന്നെ ആ കരാറിന് കീഴടങ്ങി മുന്നോട്ട് പോവേണ്ടി വരും. പിന്നെ ആ കരാർ ലംഘിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോമ്പൻസേഷൻ, മറ്റു കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പിന്നെ മറ്റൊന്ന് കാര്യം, നിയമങ്ങൾ പിൻവലിച്ചു. ശരിയാണല്ലോ, BJP ഗവൺമെന്റ് നിയമങ്ങൾ പിൻവലിച്ചില്ലേ? ആ കർഷക നിയമങ്ങൾ പിൻവലിച്ചപ്പോൾ ഇവിടുത്തെ കർഷകന്റെ പ്രശ്നമെല്ലാം തീരേണ്ടതല്ലേ? കോർപ്പറേറ്റുകളെ കുറിച്ച് ഇനി മിണ്ടാൻ പാടുണ്ടോ? അന്ന് കോർപ്പറേറ്റുകൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് കോർപ്പറേറ്റുകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്യാനുള്ള സാമ്പത്തികവും അധികാരവും സൗകര്യവും കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ പറഞ്ഞ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതും, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10,000 FPOകൾ 1 ലക്ഷം കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് അതിന് ക്യാപിറ്റൽ കൊടുത്തതും. അപ്പോൾ അവിടെ ഏത് കോർപ്പറേറ്റിനെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കർഷകന് ചെയ്യാമായിരുന്നു. അതിന്റെ ഉദാഹരണം ഞാനിവിടെ പറഞ്ഞു. അമുലും ലിജത്ത് പപ്പടവും പോലെയുള്ളവർ ഇന്നുകൊണ്ട് ധാരാളമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ നിയമമേ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കർഷകന്റെ ആവശ്യം അതാണെങ്കിൽ കർഷകരുടെ അഭിപ്രായത്തിന് കീഴടങ്ങുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് രാജ്യത്തിന്റെ താല്പര്യത്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ രാജ്യത്തെ മറ്റു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ അതൊക്കെ ചർച്ച ചെയ്യപ്പെടട്ടെ, എല്ലാ വിഷയങ്ങളും തുറന്ന് ചർച്ച ചെയ്യപ്പെടട്ടെ, നല്ല ഒരു തീരുമാനത്തിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ സമരം തീർച്ചയായും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുകയും തുറന്ന് ചർച്ച ചെയ്യുകയും ചർച്ചകളിലൂടെ വളരെ രമ്യമായിട്ട് പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശുഭാപ്തി വിശ്വാസം. അല്ല, ശ്രീ ജി ദേവരാജൻ, ഈ സമരത്തിൽ പഴയതുപോലെ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്ന് മാത്രമല്ല, കർഷകർ മാർച്ച് തുടങ്ങുമ്പോൾ തന്നെ 2 കേന്ദ്രമന്ത്രിമാർ പോയി അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വിഫലമായി ചർച്ച എന്നേ ഉള്ളൂ. സോ ഈ പ്രശ്നം വലുതാണെന്ന് സർക്കാരിന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇത്ര വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി ഇവരുടെ മാർച്ച് തടയാനൊക്കെ ശ്രമിക്കുന്നത്. സോ ഗവൺമെന്റ് മുൻ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് എന്തുമാത്രം ഇതിനകത്ത് ആഴത്തിൽ ഇടപെടുമെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് സമയവും കൂടിയാണ്, അത് ഇതിന്റെ ഒരു ഇമ്പാക്ട് ഏരിയ എന്തുമാത്രമായിരിക്കും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഈ കർഷകരുടെ ഒരു രോഷം അതതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് വളരുകയാണ്. അത് ഗവൺമെന്റ് എത്രത്തോളം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്, ഗവൺമെന്റ് അത് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ മുന്നൊരുക്കങ്ങളൊക്കെ എടുത്തെന്നുള്ളത് വാസ്തവമാണല്ലോ. കാരണം അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നുള്ളതാണ്. കാർഷിക വൃത്തി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കർഷക ആത്മഹത്യക്ക് ഇപ്പോഴും തുടർക്കഥ തന്നെയാണ്. കർഷകർക്ക് അവര് നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കൃഷിയിലേക്ക് ചെലവാക്കുന്ന പണം തിരികെ കിട്ടുന്നില്ല. സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ ഒരു ശുപാർശ എന്തായിരുന്നു? നിങ്ങൾ ചെലവാക്കുന്നതിൽ നിന്ന് 50% നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ ഇതിന്റെ വില നിശ്ചയിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ കർഷകർ അത് ഇപ്പോഴും ആവശ്യപ്പെടുന്ന അത്ര മാത്രമേ ഉള്ളൂ. എന്ന് വന്നതാണ് ഈ സ്വാമിനാഥൻ കമ്മീഷൻ? എത്ര വർഷമായി ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ അല്ലെങ്കിൽ കർഷകർക്ക് നൽകിയ ഒരു ഉറപ്പ്, അത് ഉറപ്പ് പാലിക്കണമെന്നാണല്ലോ ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിപ്പം ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടണമെന്ന് അവർ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് അത് പരിഗണിക്കാതെ ഒരു സമരം നടത്തിയപ്പോൾ ആ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ പിൻവലിക്കുകയും സർക്കാർ പുറകോട്ട് പോവുകയും ചെയ്തു. പക്ഷെ ഇവർ ഉന്നയിച്ച വിഷയം എപ്പോഴും അവിടെ നിൽക്കുകയാണ്. അന്നാണ് ഇത് എഴുതി കൊടുത്തിട്ടുള്ളത് കർഷകർക്ക്, ഞങ്ങൾ ഇത് പരിഗണിക്കാം, ഇനി തെരഞ്ഞെടുപ്പ് സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ അന്നദാതാക്കളാണല്ലോ കർഷകർ. അവരുന്നയിക്കുന്ന വിഷയങ്ങളോട് സർക്കാർ അനുഭാവപൂർണമായ ഒരു പരിഗണന കൊടുക്കേണ്ടുന്നത് മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്. കാരണം ഇവര് ഉൽപാദനം നിർത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ജയസൂര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ വേണമെങ്കിൽ പറയുമായിരിക്കും കോർപ്പറേറ്റുകൾ നമുക്ക് രംഗത്തിറക്കാം, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ നോക്കാം, ഇറക്കുമതി ചെയ്യാം എന്നൊക്കെയുള്ളത്. ഇവിടെ ഈ ലോക വ്യാപാര സംഘടനയെ സംബന്ധിച്ചൊരു വിഷയം ഉയർന്നു വന്നല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിശാന്ത്? നമുക്ക് ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ പോലും ഇത്തരം കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇറക്കുമതി ചെയ്യുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ, നമ്മുടെ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന സാധനങ്ങൾ പോലും ഇറക്കുമതി ചെയ്യുവാൻ നിർബന്ധിതരാകുന്ന തരത്തിൽ ഈ ലോക വ്യാപാര സംഘടനയുടെ കരാറുകളുണ്ട്,
അതിന് മറികടക്കുവാൻ ഏതെങ്കിലും നിയമനിർമ്മാണമോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര കരാറുകളുണ്ട്, ഉഭയകക്ഷി കരാറുകളുണ്ട്. ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ കർഷകർക്കാണ് ദോഷം ഉണ്ടാകുന്നത്. ഇതൊക്കെ അവരുടെ കൺസേൺ ആണ്. അത് അഡ്രസ് ചെയ്യുവാൻ 10-16% GDP വരുന്ന മേഖലയാണ് കാർഷിക മേഖല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മേഖല കൃഷിയായിരുന്നു, കാർഷിക മേഖലയായിരുന്നു. അത് ചുരുങ്ങി 15% ആയതിന്റെ കാരണം കൃഷിഭൂമിയുടെ കുറവുണ്ടാകുന്നത് പോലെ തന്നെ കർഷകർ കാർഷിക വൃത്തി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരാകുന്നു. കൃഷി ലാഭകരമായ ഒരു ഏർപ്പാടല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാർഷിക മേഖലയെ പരിപോഷിപ്പിച്ച് നിർത്തേണ്ടുന്നതും കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതും ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അത് പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ കർഷകരുടെ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുന്നില്ല. ഈ 3 നിയമങ്ങൾ, നേരത്തെ പറഞ്ഞ നിയമങ്ങൾ, അത് പാർലമെന്റ് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ? സംസ്ഥാനങ്ങളോട് സംസാരിക്കണ്ടേ? സംസ്ഥാനങ്ങളോട് ചോദിക്കണ്ടേ? ഓരോ സംസ്ഥാനത്തിന്റെയും കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ചുള്ള കൃഷികളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട വിഷയം കൂടിയല്ലേ ഇത്? കർഷക സമരം വീണ്ടും ഒരിക്കൽ കൂടി ഇന്ദ്രപ്രസ്ഥം ലക്ഷ്യമാക്കി വരുമ്പോൾ അതിനകത്ത് ഗവൺമെന്റ് എന്തുമാത്രം സീരിയസ് ആയി തന്നെ എടുക്കുന്നുണ്ട്, അത് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തുമാത്രം ഗവൺമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയായിരിക്കും ഈ സമരത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇന്നിപ്പോൾ അവസാനിപ്പിച്ച സമയം. താങ്ക് യു ശ്രീ ദേവരാജൻ, ബിനോയ് തോമസ്, ഒപ്പം ശ്രീ ജയസൂര്യൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിനുള്ള